ആരെങ്കിലും ഈ ദീനിനെ ക്ലിഷ്ടമാക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ബ്രഹ്മചര്യം പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. ഏതോ ഒരു സങ്കല്പത്തിലുള്ള ഏതോ ഒരാളുടെ ഭാര്യമാരാണെന്നും പറഞ്ഞ് മണവാട്ടികളാണെന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളെ പീഡിപ്പിക്കാൻ മതം കൂട്ടു നിൽക്കണില്ല എന്ന്. അവർക്കൊക്കെ വിചാരങ്ങളുണ്ട്, അത് നിർവഹിക്കപ്പെടണം. കുറേയേറെ ആളുകൾ കല്യാണമൊക്കെ തീരെ കഴിക്കാതെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുക. അതിനിടയിൽ കുറേ ആരോപണങ്ങൾ ഉണ്ടാകുക, കുറേ ഡെഡ് ബോഡികളൊക്കെ കിണറിൽ കാണുക, അവർ താമസിക്കുന്നിടത്ത് കേസുകൾ ഉണ്ടാകുക. കത്തോലിക്ക സഭയൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുക അച്ഛന്മാരുടെ ഈ എന്താണ് പറയുക, ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള അവരുടെ പീഡനങ്ങളുടെ കേസ് തീർക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു ആരോപണമല്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളുണ്ടാക്കണം എന്ന് പറയുന്ന ഗ്രന്ഥം കൂട്ടി വെച്ചിട്ട് ഒരു വലിയ സമൂഹത്തെ ബ്രഹ്മചര്യത്തിന് നിർബന്ധിപ്പിക്കുന്നത് കൊണ്ട്. എല്ലാ സഭയും അങ്ങനൊന്നുമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കാൻ അച്ഛന്മാർക്ക് അനുമതി കൊടുക്കുന്ന സഭകളൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. ആകാശത്തുള്ള താരങ്ങളെ പോലെ കുട്ടികൾ ഉണ്ടാക്കണം എന്നാണ്. ഇതെല്ലാവരും മറന്നു വെക്കുക. എന്നിട്ട് ഭൗതിക സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒറ്റ കുട്ടിയും തീരെ കുട്ടിയില്ലാതെ നടക്കുക. എന്നിട്ട് കിട്ടണ ചാൻസിലൊക്കെ ഇതേ ഇസ്ലാം പെറ്റുവരുകണമെന്നും പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കി വിദ്വേഷത്തിൻ്റെ ചില വകുപ്പുകൾ. ഇടക്കിടക്ക് ഇങ്ങനത്തെ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നലെ മിഞ്ഞാന്നും പൊട്ടിച്ചിട്ടുണ്ട്. പ്രസവിച്ചു കൂട്ടുകയാണെന്ന് കേട്ടിടത്തോളം അദ്ദേഹം 12 മക്കളുള്ള ഒരു അമ്മയുടെ 7ാമത്തെ കുട്ടിയാണ്. അതാ രസം. മധുസൂദനൻ നായരുടെ കവിത 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്നുറക്ക ചെല്ലാൻ അർഹതയുള്ള ആളാണെന്നർത്ഥം. എന്നുറക്ക ചെല്ലാൻ അർഹതയുള്ള ആളാണെന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള്. ഇത് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നതാണ് ബ്രഹ്മചര്യം പാടില്ല എന്ന്. ചൈന പോലെയുള്ള രാജ്യങ്ങൾ, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ ബ്രഹ്മചര്യത്തിന് നിർബന്ധിച്ചു. വല്ലാതെ പോയാൽ ഒരു കുഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ. അതിൻ്റെ ഫലം ഇപ്പം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. ജോലിയുടെ ഇടവേളകളിൽ ഓഫീസിൻ്റെ അടുത്ത് സംവിധാനം ഉണ്ടാക്കിയിട്ട് സെക്സ് നടത്തി കുഞ്ഞുങ്ങളുണ്ടാക്കണം എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചു. എന്നല്ല, സ്ത്രീകൾ ജോലിക്ക് വരണ്ട, വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതാ പ്രയോഗമാണ് ഇപ്പോൾ പാവപ്പെട്ട മുഅ്മിൻ സ്ത്രീകൾക്കെതിരെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ടാക്കണ യന്ത്രങ്ങളെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കുട്ടികളുടെ സംരക്ഷണം നടത്തുക. എത്ര കുട്ടികൾ കൂടിക്കൂടി വരുന്നു അതനുസരിച്ച് ഗവൺമെന്റ് എല്ലാവിധ സൗജന്യങ്ങളും തന്നുകൊണ്ടിരിക്കും എന്ന് ആശങ്കപ്പെടണ്ടെന്ന്. എന്താ കാര്യം? വൃദ്ധന്മാരുടെ നാടായി ചൈന മാറി, റഷ്യയും മാറി. ഒരു കുഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് ആൺകുട്ടിയാവാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചു. അതിന് പിന്തുണ നിയമപ്രകാരം ഉണ്ടാവുകയും ചെയ്തു. അവിടെ അബോർഷൻ ചെയ്യൽ നിയമവിരുദ്ധമല്ല, വിധേയമാണ്. പെൺകുട്ടിയാണ് സ്കാനിങ്ങിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെ ജ്യൂസ് അടിച്ച് കളയും. അങ്ങനെ ആൺകുട്ടികളുടെ മാത്രം നാടായി മാറി. യുവാക്കൾ മാത്രം, പെൺകുട്ടികളില്ല. അപ്പോൾ കല്യാണം കഴിക്കാൻ വിയറ്റ്നാമിൽ നിന്ന് പുറത്ത് കൊണ്ടുവരേണ്ടി വന്നു പെൺകുട്ടികളെ. രണ്ടും 2 കൾച്ചറായതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർ ചാടിപ്പോകും. അങ്ങനെ ലോകം തന്നെയും ചർച്ച ചെയ്തൊരു പരസ്യമുണ്ട്, ചൈനയിലെ ഒരു മാട്രിമോണിയൽ ടീം നൽകിയത്. ഞങ്ങളിൽ നിന്നെടുക്കുന്ന വിയറ്റ്നാം പെൺകുട്ടി ചാടിപ്പോയാൽ രജിസ്ട്രേഷൻ ഫീ പോലും ഇല്ലാതെ മറ്റൊരു പെണ്ണിനെ സൗജന്യമായിട്ട് തരും. ഇത്രക്ക് അതപ്പതിച്ചത് എന്തുകൊണ്ടാണ്? മതം അനുവദിക്കുന്ന സെക്സും അതിലുള്ള പ്രജനനവും ഇല്ലാതാക്കിയത് കൊണ്ട്. ഇപ്പൊ വൃദ്ധന്മാരെ നോക്കാനും ജോലി ചെയ്യാനും ആളില്ലാതെ വന്നു. ചൈനയുടെ ഏറ്റവും വലിയ കരുത്ത് മാൻ പവർ ആയിരുന്നു. അവരായിരുന്നു ഈ അടുത്ത കാലം വരെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാട്. കുറഞ്ഞു വന്നു. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ബഡ്ജറ്റിൽ മന്ത്രി പറഞ്ഞല്ലോ, കുട്ടികൾ വളരെ കുറഞ്ഞു വരുന്നു, അതിൻ്റെ വലിയ പ്രത്യാഘാതം സംഭവിക്കാൻ പോകുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1 ലക്ഷത്തിൽ ചില്ലാനും ഡിഗ്രി കോഴ്സുകൾ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ്. ഡിഗ്രി ചെയ്യാൻ ആളില്ല. ആ സീറ്റുകളെല്ലാം അവരിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ അന്തം മുട്ട് നടക്കുകയാണ്. ഡിഗ്രി ചെയ്യാൻ ആളില്ല. എങ്ങനെ സംഭവിക്കുന്നത്? ഡിഗ്രിയോട് താല്പര്യമല്ല, ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് വേഗം കിടക്കുകയാണെന്നുള്ളൊരു വിശദീകരണം ഉണ്ട്. അത് മൗലികതയെ സ്പർശിക്കുന്നതല്ല ആ വിശദീകരണം.
യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? 10-20 കൊല്ലം മുന്നേ, 15 കൊല്ലം മുന്നേ ഒക്കെ നമുക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി പ്രചാരണം നടത്തിയിട്ട് നമ്മുടെ കേരളത്തിൽ കുടുംബാസൂത്രണം വിജയകരമായി സംവിധാനിച്ചതിൻ്റെ ഫലമാണ്. ഇനി ഡിഗ്രി കോഴ്സുകൾ ചേരാൻ ആളില്ല, അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് ജോലി ചെയ്യാൻ ആളില്ല, വൃദ്ധരെ നോക്കാൻ ആളില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പ്രകൃതിയിലുള്ള പ്രകൃതിപരമായി മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതും അവൻ ആ ഒരു രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചതും. ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നോ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. രാത്രി ഫുള്ള് നിസ്കരിക്കുക, അതേപ്രകാരം എല്ലാ ദിവസവും നോമ്പ് നോൽക്കുക, കല്യാണം കഴിക്കാതിരിക്കുക, ഇതിനെക്കുറിച്ച് വിമർശിച്ച ഹബീബായ നബി തങ്ങൾ അവസാനം പറഞ്ഞത് അത് നമ്മുടെ ചര്യയല്ല എന്നാണ്. അപ്പൊ ഇല്ലാലാസ്വാജിഹിം, ഭാര്യമാരുമായുള്ള സെക്സിനെ മതം അനുവദിക്കുന്നു, പല ഘട്ടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ചില ഘട്ടങ്ങളിൽ അബദ്ധം സംഭവിക്കുമെങ്കിൽ നിർബന്ധമാണെന്നും കൽപ്പിക്കുന്നു. നമ്മുടെ ഏകദേശ ഹുക്കുമൊക്കെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട് വരും.